ഹായ് ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് പോകാം. ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിതുപോലെ പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരുപാട് പഴമൊന്നും ആവശ്യമില്ല, 3-4 എണ്ണം എടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനൊരു 4 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. പാളയംതോടൻ പഴമോ ഞാലിപ്പൂവനോ ഏതെങ്കിലും എടുക്കാം. പാളയംതോടനാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ചെറുതായിട്ട് നുറുക്കി നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന അത് അധികം പഴുക്കാത്തതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ പഴുത്തതാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. അപ്പോൾ ഈവനിങ്ങിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2-3 ഏലയ്ക്ക, അതിൻ്റെ തൊണ്ടിടണ്ട, ഏലക്കയുടെ കുരുവും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു നല്ല ഫ്ലേവറൊക്കെ കിട്ടാനായിട്ടാണ് നമ്മളിതുപോലെ ഏലക്ക ചേർക്കുന്നത്. അപ്പം ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബൗളിലേക്ക് ഇടുമ്പോൾ നമ്മളൊരു സാമാന്യം വലിയ ബൗൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്കിനി ഇതിനകത്ത് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പഴം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ 1 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പാണ്. അപ്പോൾ എൻ്റെ ഇത് 250 ml കപ്പാണ്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇത് ഞാൻ നല്ല കൊപ്ര തേങ്ങയുടെയാണ്. അപ്പം അത് നന്നായിട്ട് നുറുക്കിയതാണ്. പിന്നെ 1 നുള്ളു ബേക്കിംഗ് സോഡയും 2-3 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ പഴം ഞാൻ പറഞ്ഞല്ലോ അത്ര നന്നായിട്ട് പഴുത്തല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ നല്ല പഴമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പഴത്തിൻ്റെ അളവ് കൂട്ടിയും എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവായിരിക്കണം. പിന്നെ തേങ്ങാക്കൊത്ത് നിങ്ങൾ പച്ച തേങ്ങാക്കൊത്താണെങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ടിടുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂണിലോ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഉരുട്ടിയോ ഒക്കെ നമുക്ക് ഇടാം. ഞാനപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരു രീതിക്ക് വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത് അത്ര ടേസ്റ്റി ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചെറുപഴം തന്നെ വേണമെന്നൊന്നുമില്ല, റോബസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഏത്തപ്പഴമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഏത്തപ്പഴം എടുക്കുമ്പോൾ കുറച്ച് പുഴുങ്ങിയിട്ട് നമ്മളൊന്ന് ചെയ്യണമെന്ന് മാത്രം. അപ്പം പഴം കിട്ടുകയാണെങ്കിൽ ഇനി ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. പ്ലീസ് സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ. താങ്ക് യു.